മഹാസംഭവം തന്നെയാണ് കേട്ടോ. നമുക്ക് ചോറിന് കറി ഒന്നുമില്ലാത്ത സമയത്ത് നമ്മൾ പല വിധത്തിലും ഈ ഒരു പപ്പടം ഉപയോഗിക്കാറില്ലേ. തോരൻ വയ്ക്കാറുണ്ട്, കറി വയ്ക്കാറുണ്ട്, ഉള്ളിമുളക് ഇടും, അങ്ങനെ പല രീതിയിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതുപോലുള്ള സൂത്രങ്ങളല്ലാതെ വേറെയും സൂത്രങ്ങൾ നമ്മൾ അറിയാതെ ഇരിക്കുന്ന കുറച്ചധികം സൂത്രങ്ങളുണ്ട് കേട്ടോ. ആരും സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ട് കാണുക. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മൾ പപ്പടം സൂക്ഷിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ പ്ലാസ്റ്റിക് കവറിൽ ഒരിക്കലും നിങ്ങൾ എടുത്ത് വെക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ എന്തായാലും വാങ്ങുമ്പോൾ കുറച്ചധികം വാങ്ങും. നമ്മൾ വിശ്വസ്തമായ സ്ഥലത്ത് നിന്ന് വാങ്ങുമ്പോൾ കുറച്ചധികം വാങ്ങും. ഫ്രിഡ്ജിൽ വെച്ചാലും അത് പുറത്ത് വെച്ചാലും നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് പിന്നീട് നമുക്ക് കിട്ടില്ല. ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസത്തേക്കൊക്കെ വാങ്ങുമ്പം നിങ്ങൾ അല്ലെങ്കിൽ പുറത്തേക്ക് നിങ്ങൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് പപ്പടമെങ്കിൽ ഒരു പേപ്പർ ഇതിൽ പൊതിഞ്ഞതിന് ശേഷം കുറച്ച് ഉലുവ ഇട്ട് കൊണ്ടുപോകാം കേട്ടോ. എത്ര ഇതായാലും ചീത്താവില്ല. അടുത്തായിട്ട് ഒരു തുള്ളി എണ്ണ പോലും ഇല്ലാതെ പപ്പടം വാർത്തെടുക്കാൻ നമുക്ക് ഈ ഒരു എയർ ഫ്രയർ മാത്രം മതി കേട്ടോ. ഇതിൽ ഞാൻ പൂരി ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്, ബിരിയാണി ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. എയർ ഫ്രയറിൻ്റെ 2 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. സൂപ്പറാണ് കേട്ടോ. പല വെറൈറ്റി വിഭവങ്ങളും ഞാൻ അതിൽ കാണിച്ചു തന്നിട്ടുണ്ട്. കാണാത്തവർ ആ ഒരു വീഡിയോ പോയി കണ്ടാൽ വളരെ ഉപകാരപ്രദമാണ്. ഈ കാലത്ത് നമുക്ക് എയർ ഫ്രയർ വീട്ടിൽ മസ്റ്റായിട്ടും വേണ്ടതാണ് കേട്ടോ. താഴെ ഞാൻ അതിൻ്റെ ലിങ്കുകൾ കൊടുക്കാം. കാണാൻ ആഗ്രഹമുള്ളവർ പോയി കാണാം. ഒരു തരി പോലും എണ്ണയില്ലാതെ തന്നെ നമുക്ക് നല്ല കൊമ്ളച്ച് വരുന്ന പപ്പടം കണ്ടില്ലേ. നല്ല രീതിയിൽ തന്നെ കൊമ്ളച്ച് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ടേസ്റ്റിന് യാതൊരു കുറവുമില്ല. നമ്മൾ പപ്പടം പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ ആയിട്ടുണ്ട്. എണ്ണയുടെ ഒരു അംശമില്ലാതെ തന്നെ കണ്ടില്ലേ. നല്ല ക്രിസ്പി ആയി മസ്റ്റായിട്ടും ചെയ്ത് നോക്കാം. അതുപോലെ ആ വീഡിയോ കാണാത്തവർ പോയി കാണുക. വളരെ വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി വിഭവങ്ങളാണ് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ പപ്പടം ഇതുപോലെ ഒന്ന് വെള്ളത്തിലിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നല്ല പപ്പടം തിരിച്ചറിയാനായിട്ടും ഈ വെള്ളത്തിലിടുമ്പം നമുക്ക് സാധിക്കും കേട്ടോ. നമ്മൾ ഇതുപോലെ ഇടുമ്പോൾ നല്ലതുപോലെ കുഴഞ്ഞു വരുന്നുണ്ടെങ്കിൽ അത് ഉഴുന്നു കൊണ്ടുണ്ടാക്കിയതാണ്. ഇല്ല ഇത് ഭയങ്കരമായിട്ട് ഹാർഡായിട്ട് അതേപോലെ തന്നെ കിടക്കുകയാണെങ്കിൽ അത് മൈദ കൊണ്ട് ഉണ്ടാക്കിയതാണ്. മൈദ കൊണ്ട് ഉണ്ടാക്കിയത് അത്ര നല്ലതല്ല, ഉഴുന്നു കൊണ്ട് തന്നെ ഉണ്ടാക്കണം. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കടകളിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റും പെർഫെക്ഷനൊന്നും നമുക്ക് വരാറില്ല അല്ലേ. പക്ഷെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. നമ്മൾ ദോശ ചുടുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് പപ്പടം ഇതുപോലെ വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതൊന്ന് ദോശ ഒന്ന് ചുട്ട് നോക്കട്ടോ. ദോശ മാത്രമല്ല, നമുക്കിപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് പഴംപൊരി ഉണ്ടാക്കിയില്ലേ, ആ സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് പപ്പടം വെള്ളത്തിൽ ഇതാക്കിയതിന് ശേഷം നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടെ. നല്ല സൂപ്പറായിട്ട് കിട്ടുന്നതാണ്. നല്ല അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ. നമുക്ക് സോഡാപ്പൊടിയൊന്നും നമ്മളുടെ ഉണ്ണിയപ്പത്തിലോ അല്ലെങ്കിൽ നെയ്യപ്പത്തിലോ ഒന്നും ഇടണ്ട. അതുപോലെ തന്നെ പഴം പൊരിയിലും നല്ല ക്രിസ്പി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടാനായിട്ട് സഹായിക്കും. ഒരു പപ്പടം നിങ്ങൾ വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തിയാൽ മാത്രം മതി കേട്ടോ. മസ്റ്റായിട്ടും ചെയ്തു നോക്കുക. ഇനിയിപ്പോൾ തണുപ്പ് കാലം വരുമ്പം നമ്മുടെ മാവ് പുളിച്ച് വരില്ല, പൊങ്ങി വരില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ. ആ സമയത്ത് നമുക്ക് ഈ ഒരു പപ്പടം ഇതുപോലെ വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഇനി ഇതുപോലെ പ്ലാസ്റ്റിക് പാത്രങ്ങൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്നും കളയേണ്ട കാര്യമില്ല കേട്ടോ. നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇത് ടപ്പർ വെയറിൻ്റെയാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് കളയാനായിട്ട് വളരെ ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. ആ ഒരു കമ്പനിയുടെ പാത്രങ്ങൾക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ കളയാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ കാണിക്കുമ്പോൾ അത് പൊട്ടിപ്പോകുകയോ അങ്ങനെ എന്താ പറയുക. ഇതിപ്പോൾ എൻ്റെ മോന് ഒരു ഇതുകൊണ്ട് കുത്തിയതാണ്, അതുകൊണ്ടാണ് അത് പൊട്ടിയത്. അപ്പോൾ അത് കളയാനായിട്ട് എനിക്ക് വളരെ വിഷമം തോന്നി. അങ്ങനെയാണ് ഞാൻ ഇത് ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ ചെയ്തു നോക്കിയത്. അപ്പോൾ നല്ല ഒരു ടിപ്പായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും കളയാൻ വെച്ചിരിക്കുന്ന ഒരു തുണി എടുക്കുക. ഇതുപോലെ ആ ഒരു അളവിന് തന്നെ നമ്മളിതൊന്ന് കഷ്ണിച്ചെടുക്കണം കേട്ടോ. അത് നല്ലതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. ഇതിപ്പോൾ പുറമേ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഫുഡ് വെക്കാനാണ്. നമുക്കിപ്പോൾ അകത്ത് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഫുഡൊക്കെ വെക്കുമ്പോൾ അത് സൈഡ് എഫക്റ്റ് നമുക്ക് എന്തായാലും വരും. അപ്പോൾ പുറമേ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്താൽ കുറച്ച് ഒരു ഭംഗി ഉണ്ടാവില്ല. സെയിം കളർ ഒരു തുണി കിട്ടിയാൽ നല്ലതായിരുന്നു. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു കളർ എടുത്തേക്കുന്നത്. അതെല്ലാം നിങ്ങളെ കയ്യിൽ നിങ്ങൾക്കിത് ബോറായിട്ട് തോന്നുകയാണെങ്കിൽ ഉള്ളിൽ ഒട്ടിച്ച് കൊടുക്കുക. ഉള്ളിൽ ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ
അകത്ത് നമ്മൾ ഫുഡ് ഐറ്റംസ് ഒന്നും വെക്കാതെ എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ നമ്മളിപ്പം എന്താ പറയുക സവാള അങ്ങനെയുള്ള സാധനങ്ങൾ എന്താ വെച്ചാൽ നമ്മൾ തൊലി ഉലിച്ച് കഴുകി കുക്ക് ചെയ്യുന്ന സാധനങ്ങൾ നമുക്ക് ഇതിൽ വെക്കാനായിട്ട് സാധിക്കും. അതല്ല മീറ്റ് അതുപോലെ ഫിഷൊന്നും ഇതിലേക്ക് വെക്കാനായിട്ട് പാടില്ല കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു അബദ്ധം കാണിച്ചത് കണ്ടില്ല. ഇതിപ്പോൾ എല്ലാവർക്കും പറ്റാറുണ്ട്. നമ്മൾ ഈ ഒരു പശ ഉപയോഗിക്കുമ്പോൾ കയ്യിൽ ഇതുപോലെ സ്റ്റിക്കായി പോകാം. പിടിച്ച് പറിച്ച് നമ്മൾ പൊട്ടിക്കുമ്പോൾ നമ്മളെ സ്കിന്ന് ഭയങ്കരമായിട്ട് എന്താണ് പൊളിയുകയും അതിൽ നിന്ന് ബ്ലഡൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിനുള്ള ഒരു കിടിലൻ സൂത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു പാത്രം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മൾ ആ കയ്യിൽ ഒട്ടിപ്പിടിച്ച ആ ഒരു പശ കളയാനായിട്ട് കുറച്ച് വെള്ളം ആ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പാണ് കേട്ടോ. ഒരു പിടി ഉപ്പെടുക്കുക. ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി. കയ്യിൽ നിന്ന് നല്ല പോലെ തന്നെ വിട്ട് വരും. കണ്ടില്ലേ, സിമ്പിളായിട്ട്. അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം അത് പിടിച്ചു വലിക്കണം. എന്നിട്ട് ആ ഉപ്പ് കൊണ്ട് തന്നെ കൈ ഇതുപോലെ ഇങ്ങനെ നല്ലതുപോലെ റബ്ബ് ചെയ്യണം. നല്ല സ്ട്രോങ്ങിന് റബ്ബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് അടന്നു പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അല്ലാണ്ട് നമ്മളിത് പിടിച്ച് വലിച്ച് നമ്മളുടെ സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാവും, പിന്നെ അവിടെ പൊട്ടും, പിന്നെ അത് പഴുക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളെ വീട്ടിൽ എന്നും എപ്പോഴും ഉള്ള ഈ ഒരു ഉപ്പ് മതി നമുക്ക് ഈ ഒരു പശയിൽ നിന്നും രക്ഷപ്പെടാനായിട്ട്. ഇതിപ്പം എനിക്ക് പലപ്പോഴും പറ്റാറുണ്ട് ഈ ഒരു അവസ്ഥ. പക്ഷേ ഈ ഒരു ടിപ്പ് കണ്ട് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ വണ്ടറായിപ്പോയത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കിട്ടിലൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ അത് ഇത് നല്ലപോലെ തന്നെ ഒട്ടി കിട്ടിയിട്ടുണ്ട്, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എയർ ടൈറ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കണ്ടെയ്നറായിട്ട് ഈ ഒരു പാത്രം മാറിയിട്ടുണ്ട് കേട്ടോ. നമുക്കപ്പോൾ ഫുഡിൻ്റെയൊക്കെ വെക്കാനായിട്ട് സാധിക്കും. നമ്മൾ പുറമെയാണ് ഈ ഒരു കാര്യം ചെയ്തേക്കുന്നത്. അപ്പോൾ ഉള്ളിൽ യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു കളറ് തന്നെ തുണി കിട്ടിയാൽ അത്രയും ഭംഗിയായിട്ട് ഇരിക്കുന്നതാണ്. മസ്റ്റായിട്ട് എല്ലാവരും ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് നമ്മളുടെ ഈ ഒരു പാത്രം നമുക്ക് പപ്പടം കൊണ്ട് ഒട്ടിച്ചാലോ. നമുക്ക് ചട്ടി അതുപോലെ കുക്കറിൽ നമ്മളുടെ സ്ക്രൂ ഒക്കെ ലൂസായി പോകുമ്പോൾ ഈ ഒരു പപ്പടം കൊണ്ട് ടൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇപ്പോൾ എൻ്റെ കുക്കറിൽ ടൈറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അത് ലൂസായി കഴിഞ്ഞാൽ ആ ഒരു പപ്പടം ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് നമ്മൾ നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുത്ത് അത് അവിടെ തന്നെ ഇരുന്നോളും. അതുപോലെ തന്നെ ഇതുപോലെ പൊട്ടിയ സ്റ്റീൽ പാത്രമാകട്ടെ, ഇതുപോലെ പ്ലാസ്റ്റിക് പാത്രമാകട്ടെ, നല്ല കിടിലനായിട്ട് നമുക്ക് പപ്പടം കൊണ്ട് ഒട്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും. പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു പശയൊക്കെ ഇപ്പോഴല്ലേ വന്നത്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ നമുക്ക് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ചെയ്താണ് നമ്മളുടെ മുൻ തലമുറകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പല രീതിയിൽ അവർ പശകൾ ഉണ്ടാക്കിയിരുന്നു പണ്ട് കാലങ്ങളിൽ. ഇപ്പോഴാണ് നമുക്ക് ഈ റെഡിമെയ്ഡ് ക്വിക്ക് ഫിക്സും മറ്റുള്ള പശകളൊക്കെ വന്നത്. ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് കുതിർത്തിയതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ അത് അവിടെ ഒട്ടിയിരുന്നോളും. അതൊന്നും പോവില്ല. പോകുമെന്ന് വിചാരിക്കേണ്ട, ഒരു തരി അനങ്ങില്ല. അത് അവിടെ തന്നെ ഇരിക്കും കേട്ടോ. സ്റ്റീൽ പാത്രങ്ങളിൽ ഓട്ടയും അടക്കാനായിട്ട് വളരെ നല്ലതാണ്. നമ്മളുടെ കറിച്ചട്ടിയിലെ ചട്ടിയുടെ ഓട്ടയും പണ്ട് കാലങ്ങളിൽ ഇതുപോലെ നമ്മൾ പപ്പടം വെച്ചിട്ടാണ് ഒട്ടിച്ചിരുന്നത്. ഇതുപോലെ തന്നെ ഇരിക്കും. ഇനി നമുക്ക് ഇത് നല്ലപോലെ സ്ട്രോങ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫുഡ് ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ട് ആണ് നമ്മൾ ഈ ഒരു പപ്പടം ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത്. ആ ഒരു വെള്ളം തുടച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ക്വിക്ക് ഫിക്സും കൂടെ അതിൻ്റെ മേളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1-2 തുള്ളി മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. കുറേ ഒന്നും ഒഴിച്ചു കൊടുക്കരുത്. പതിയെ നെക്കിയതിന് ശേഷം ഒരു നുള്ള് മാത്രം. അപ്പം നല്ല സ്ട്രോങ് ആയിട്ട് കാലങ്ങളോളം നിന്നോളും കേട്ടോ. എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ഫുഡൊക്കെ നമുക്ക് അതിലിടാനായിട്ട് സാധിക്കും. പശയുടെ യാതൊരു ഇതും അതിലേക്ക് വരില്ല. ആ പപ്പടം അവിടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കേണ്ട കിഡിലൻ ടിപ്പാണ് കേട്ടോ. യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല, യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കിടിലൻ പശയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ചട്ടിയൊന്നും എൻ്റെ കയ്യിൽ പൊട്ടിയതില്ല, ഇല്ലെങ്കിൽ ഞാനത് കാണിച്ചു തന്നേനെ. അത് നല്ലതുപോലെ മെൽറ്റ് ചെയ്ത് ആ പൊട്ടിയ ഭാഗത്ത് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചാൽ മാത്രം മതി. അതവിടെ ഇരുന്നോളും, ഒരു കുഴപ്പവും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, ഒരു തുള്ളി വെള്ളം പോലും പുറത്തേക്ക് പോകുന്നില്ല. ഇതിൽ നിങ്ങൾക്ക് എന്ത് ഫുഡ് ഐറ്റവും നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. ആ പശയുടെ ഒരു എഫക്റ്റും ആ ഒരു ഇതിലേക്ക് ചെല്ലുന്നതല്ല കേട്ടോ. തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. ഒരു കഷ്ണം പപ്പടം മാത്രം മതി കേട്ടോ.
നല്ലൊരു ടിപ്പല്ലേ, ഇതുവരെയും ചെയ്തതിൽ ഏറ്റവും നല്ല ടിപ്പായിട്ട് എനിക്ക് തോന്നിയത്. കിടിലനാണ്, എല്ലാവരും ചെയ്ത് നോക്കുക. അതുപോലെ നമ്മൾ ഇതുപോലുള്ള ബാഗുകളിലൊക്കെ ഈ ഒരു പശ വീണ് കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് അത് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. നമ്മൾ കട്ട പിടിക്കുന്നതിന് മുമ്പ് തന്നെ ചെയ്താൽ അത്രയും ബെറ്റർ. അത് കട്ട പിടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കട്ട പിടിക്കുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു സൂത്രമാണ് നമ്മൾ നെയിൽ പോളിഷ് റിമൂവർ ഇല്ലേ, ആ ഒരു സാധനം ഇതുപോലെ ഒരു കോട്ടണിലെടുത്തതിന് ശേഷം നമ്മളൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. നമ്മൾ ഡ്രസ്സിൽ വീണാലും സഡൻ നമ്മളിത് ചെയ്യണം. അത് വെച്ച് കുറേ സമയം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ അപ്പം തന്നെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് തുടച്ച് കൊടുത്താൽ മാത്രം മതി. ഒരു തരി പാട് പോലും ഇല്ലാതെ തന്നെ നമുക്കിത് മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാ ടിപ്സുകളും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല പ്രയോജനകരമായ നല്ലൊരു വീഡിയോ എന്ന് തോന്നിയാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.